എനിക്ക് ഇരിപ്പുറക്കണില്ല. എന്തിനാ നേതാവ് ടെൻഷൻ അടിക്കുന്നത്? രാവിലത്തെ ന്യൂസ് കണ്ടില്ലേ? സർവ്വ മൊത്തം അവർക്ക് അനുകൂല. നാളത്തെ കഴിഞ്ഞിട്ടോ? നാളത്തെ കഴിഞ്ഞാൽ നിങ്ങൾ MLA ആണ്. ഉറപ്പുണ്ടോ? ഉറപ്പാണ്. അതിന് ബെറ്റ് ഉണ്ടായി വെക്കാം. ഇതുവരെ ചെലവാക്കിയൊന്നും പോരെ? മണ്ഡലത്തിൽ അതിന് മാത്രം പണി നമ്മൾ എടുത്തില്ല. പിന്നെന്താ? ഇതന്നെ മറ്റോരും പറയണത്. ഓല പറച്ചില് മാത്രമേ ഉള്ളൂ. പടക്കം ഞമ്മളല്ല പൊട്ടിക്കണത്. സംശയം വേണ്ട. ആ പടക്കം നനയോ? പലയിട്ടും നമ്മുടെ പ്രവർത്തനം വളരെ വീക്കാന്നുള്ളൊരു പരാതി ഉണ്ട്. ആ പരാതിയിൽ ഒരു അടിസ്ഥാനമില്ല. ശരിയാണ്. ഒരാളിപ്പോ ഇവിടെ എന്താ കാട്ടണേ? ചാനലിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും. മറ്റേയാള് പാരമ്പര്യം നിലനിർത്താൻ നടക്കുക. ഒരാള് ദേശീയ തലത്തിൽ മുന്നേറ്റം ഉണ്ടാക്കണം. പിന്നെ ഒരാളോ ഇവിടെ കളിച്ചു വളർന്നാന്നും പറഞ്ഞ് നടക്കാം. എനിക്ക് നിങ്ങളെ ആവേശം ഉറപ്പും കാണുമ്പോ ചെറിയൊരു സംശയമുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമില്ല. നമ്മൾ ജയിച്ചിക്കണ്. ഇനി ഭൂരിപക്ഷം 10,000-ന്റെയും 15,000-ന്റെയും ഇടയിൽ എത്രയെന്നുള്ള മാത്രമേ കൺഫ്യൂഷൻ ഉള്ളൂ. അതിന് നിങ്ങൾ കൺഫ്യൂഷൻ ആകണ്ട. 18,000 വോട്ടിന്റെ ഭൂരിപക്ഷം നമുക്കുണ്ട്. അല്ല, നമ്മള് വോട്ടർമാർക്ക് കൊടുക്കാനുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ? അതൊക്കെ ഇത് ചെവി അറിയാതെ കാര്യങ്ങൾ കറക്റ്റായിട്ട് എത്തിക്കൊണ്ടു എത്തിച്ചു. സ്കൂൾ ബാഗും കൊടയും എന്തായി? അതൊക്കെ ഇനി വല്ല ബാക്കിയുണ്ടോ? 25,000 കൊട 25,000 ബാഗല്ലായിരുന്നു. അതൊക്കെ കറക്റ്റായി കൊടുക്കുന്നു. പേരക്കുട്ടിക്കാർ 2 ബാഗ് എടുത്തേക്ക് വെച്ചു. അത് നടന്നില്ല. ഞാനൊരു 3 കൊട മാറ്റി. അല്ലേ? അതിന് വിട്ട ചെലവാട്ടോ. അതിനനുസരിച്ചുള്ള വോട്ടുണ്ടാവണേ. അതിനെന്താ? ജയിച്ചു കഴിഞ്ഞാലേ അധികാരം ഇങ്ങോട്ടും വരാനുള്ളതാ. നേതാവേ, ചെറിയൊരു ചെലവും കൂടി ഉണ്ട്. നാളത്തെ പരിപാടിക്ക് കുഞ്ഞുട്ടിന്റെ തായമ്പക, ജോർജിന്റെ ബാൻഡ് മേളം, ചെയ്താലക്കാനെ കൊൽക്കളി, ഇത് നിർബന്ധമായിട്ടും വേണം. അതിനെ 3 കൂടി. ഇതിനും വേണ്ട ഒരു ജനാധിപത്യമൊക്കെ. അല്ല, നിങ്ങള് പഴയതൊക്കെ മറന്നോ? കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ജയിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഒരുക്കി? ബാൻഡ് മേളം, ബാൻഡ് സെറ്റ്, ലഡു, ജിലേബി, മൊത്തം ആർഭാടേനി. ലാസ്റ്റ് എന്തുണ്ടായി? വോട്ട് എണ്ണി കഴിഞ്ഞപ്പോ നമ്മള് തോറ്റു. ഈ സാധനമൊക്കെ പാടെ കെട്ടിപ്പൊഞ്ഞ് ലാസ്റ്റ് പരീക്ഷണം കൊണ്ടുപോയി. ഇത് എന്തായാലും അതേപോലെ ആവൂല. നമ്മള് വിജയിച്ചിരിക്കണം. ഉറപ്പാണോ? ഉറപ്പാണ്. എത്ര രൂപ വരും? ഒരു ഏകദേശം 1.5 ലക്ഷം റുപ്യ. രണ്ടിന്റെ അടുത്ത് എന്തായാലും കാണണം. ശരി. അങ്ങനെയാണെങ്കിൽ ലഡു വിതരണം നടത്തണം. എന്നാ പിന്നെ ലഡു ഒരു കളറാകാൻ പറ്റൂല. 2-3 കളർ വേണ്ടി വരും. കുറച്ച് കൂടുതലും വേണ്ടി വരും. നമുക്ക് പ്രതീക്ഷ ഉണ്ട് അല്ലേ? പിന്നെന്താ? എന്താ സംശയം? ചാനലിൽ കടന്ന് വീരവാദം മുഴക്കിയതുകൊണ്ടോ കാണുന്നവർക്ക് ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടോ തിരുവനന്തപുരത്ത് നാളെ കൊണ്ടുകൊണ്ടോ ഒരു കാര്യമില്ല. നമ്മളെ യോഗ്യതക്കൊത്ത നേതാവിനെ നമുക്ക് കിട്ടും. അതിന് സംശയം വേണ്ട. നമുക്കേ നാളെ അവിടെ വെച്ച് കാണാം. നമ്മളൊരു പേടി പേടിക്കണ്ട.